ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അവിട്ടം, ചതയം, പൂരോരട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് 9, 10, 11, 12 എന്നീ തീയതികൾ വളരെ ശുഭകരമായിട്ടുള്ള തീയതികളായിട്ടാണ് കണക്കാക്കുന്നത്. പ്രശ്നവശാലും ദൈവാധീനം നന്നായി കാണുന്നുണ്ട്, ഭാഗ്യവശാലും നല്ല കാണുന്നുണ്ട്. ഭാഗ്യവും ദൈവാനുഗ്രഹവും ഉണ്ടെങ്കിലേ നമ്മൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുള്ളൂ. രണ്ടും ഇല്ലെങ്കിൽ അത് വളരെ ദുരിതമായിട്ടുള്ള ഒരു ജീവിതമായിട്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭാഗ്യവും ദൈവാധീനവും രണ്ടിൽ ഏതെങ്കിലും ഒന്നെങ്കിലും വേണമെന്നാണ് പറയുന്നത്. ദൈവാധീനം വേണം, അല്ലെങ്കിൽ ഭാഗ്യം വേണം. പക്ഷേ ദൈവാധീനം ഉണ്ടെങ്കിൽ ഭാഗ്യം കൂടി തുണയ്ക്കൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഏതു കാര്യത്തിനും നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ദൈവാധീനവും അനുഗ്രഹവും നല്ലപോലെ വേണം എന്നുള്ളത് പറയുന്നത്. ദൈവാനുഗ്രഹം എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ നല്ല സമയത്തെ കുറിച്ചാണ്. അതുപോലെ തന്നെ ഭാഗ്യം എന്ന് പറയുന്നത് ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു, ഭാഗ്യവശാൽ വന്നു, ഭാഗ്യം കൊണ്ട് കിട്ടി എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഭാഗ്യം 9ാം ഭാവം, ഭാഗ്യം ധർമ്മം ദയാ പുണ്യ തപസ്താച ശുചാത്മജ. കാരണം എന്താ വെച്ച് പറഞ്ഞാൽ അങ്ങനെ ഒരു ശ്ലോകം വന്നിരിക്കുന്നതെന്ന് വെച്ച് പറഞ്ഞാൽ 9ാം ഭാവം കൊണ്ട് ഭാഗ്യസ്ഥാനത്തെയും ദൈവാനുഗ്രഹത്തെയും വളരെ ചിന്തിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക്, അവിട്ടം, ചതയം, പൂരോരട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ ഉചിതപരമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും ഇത്. വളരെ സന്തോഷകരമായിട്ടിരിക്കാനുള്ള ദിവസങ്ങളാണ്. പുതിയ വാർത്തകൾ കേൾക്കുമ്പോഴെല്ലാം നല്ല സുഖമുണ്ടാവും. നല്ല വർത്തമാനങ്ങൾ പറഞ്ഞു വരുന്ന ആളുകളുമായി ചങ്ങാത്തം കൂടും. കുടുംബത്തിൽ ഇഷ്ട സംഭവങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പ്രണയിക്കുന്നവർക്കെല്ലാം പ്രണയ അഭ്യർത്ഥന പറയുവാനുള്ളൊരു സമയമാണ്. വിദേശ സംബന്ധമായിട്ടുള്ള തൊഴിലിന് അന്വേഷിക്കുന്നവർക്ക് ഏജൻസി വരികയാണെങ്കിൽ അവർക്ക് പണം കൈമാറ്റം ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും വിദേശ തൊഴിലിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിൻ്റെ ശുഭവാർത്ത കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അഥവാ വിദേശത്തേക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് പോയിട്ടുള്ളവർക്കെല്ലാം കുറേ കാലമായിട്ട് നടക്കാതിരുന്ന ജോലികളെല്ലാം ഈ ദിവസങ്ങളിൽ ഇറങ്ങി തിരിച്ചു പറഞ്ഞാൽ 100 ഏകദേശം 70% സക്സസ്ഫുള്ളായിട്ട് വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും പറ്റിയ ഒരു ദിവസങ്ങളാണ് ഈ സമയം, ഈ ഡേറ്റുകൾ എന്ന് പറയുന്നത്. ഇതിൽ മുഹൂർത്ത പ്രായശ്ചിത്തം കൂടി നോക്കാനുണ്ട്. അത് പ്രത്യേകം നോക്കേണ്ട അവസരം തന്നെയാണ് എന്നുള്ളത് പറയുന്നത്. അതുപോലെ തന്നെ പുതിയ വാഹനം വാങ്ങിക്കുവാൻ, പുതിയ ഭവനത്തിന് തുടക്കമിടുവാൻ എല്ലാം പറ്റിയ ദിവസം തന്നെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പറ്റിയ ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഭാഗ്യവശാൽ ധനം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ ആഭരണങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ആഭരണങ്ങൾ വാങ്ങുവാനുള്ള സാധ്യത എന്ന് വെച്ച് പറഞ്ഞാൽ, അതായത് 6ാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് കുംഭം രാശിക്കാർക്ക് ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രൻ്റെ ചാരവശാൽ തന്നെ നക്ഷത്രവശാലും ചിന്തിക്കുമ്പോൾ അനുകൂല സ്ഥിതിയിൽ നിൽക്കുന്നത് കാരണം കൊണ്ടാണ് ഈ ദിവസം അനുകൂലപരമായിട്ട് പറയുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഉചിതപരമായിട്ടുള്ള നല്ല കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത ഉള്ളത് കാരണം കൊണ്ടാണ് ഈ ഡേറ്റ് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ ഈ ഡേറ്റിൽ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശുഭകാര്യങ്ങളായിട്ട് വരും, ശുഭവാർത്തകൾ കേൾക്കും. അതുപോലെ വിവാഹത്തിന് പെണ്ണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഈ ഒരു അന്വേഷണത്തിന് പോയി കഴിഞ്ഞു പറഞ്ഞാൽ ഏകദേശം 160% നമുക്ക് ക്ലിയറായിട്ട് വരുവാനും, അതുപോലെ സക്സസ് ആയിട്ട് പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടുവാനും, അതുപോലെ തന്നെ നമ്മൾ വിവാഹത്തിനായിട്ട് അന്വേഷിച്ച് ഇറങ്ങി തിരിച്ച് അവരുടെ വിവരം കിട്ടുവാനായി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും ശുഭവാർത്ത കിട്ടുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് വിദേശ ജോലിയിൽ പ്രവേശിച്ചിട്ട് അതിൽ നിന്നും സ്ഥലമാറ്റം അല്ലെങ്കിൽ ഉദ്യോഗകയറ്റം എന്നിവ പ്രതീക്ഷിക്കുന്നവർക്കും, അതുപോലെ വരുമാന മാർഗം തടസ്സപ്പെട്ട്, അതായത് ശമ്പളങ്ങൾ കിട്ടാതെ വൈകിയിരിക്കുന്നവർക്കും അതെല്ലാം കിട്ടുവാനുള്ള സാധ്യതയാണ്. പൊതുവെ ധനം വന്ന് ചേരുവാനുള്ള സാധ്യത ഈ സമയത്ത് ഇവർക്ക് കാണുന്നുണ്ട് എന്നാണ് പറയാം. ഇവർക്ക് ദൈവാനുഗ്രഹം പൊതുവെ നല്ലതുപോലെ കാണുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് ഭാഗ്യവശാലും ധനം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുറികളോ ചിട്ടികളോ മറ്റുള്ള ലോണുകളോ അല്ലതൊക്കെ പാസ്സായിട്ട് വരാൻ സാധ്യത കുറവായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ സമയത്ത് നമ്മൾക്ക് അത് കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ചിട്ടികളോ കുറികളോ എല്ലാം കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ശുഭവാർത്തകൾ നമ്മൾക്ക് കേൾക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നല്ല ഇഷ്ടഭക്ഷണവും ഇഷ്ടവസ്ത്രങ്ങളും, വസ്ത്ര സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ വസ്ത്രം കിട്ടുവാനുള്ള സാധ്യത ഈ സമയത്ത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് നടത്തുന്നവർക്കെല്ലാം നല്ല ബിസിനസ്സിൽ ലാഭം വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പൊതുവെ കച്ചവടക്കാർ പറഞ്ഞാൽ ദിവസം പ്രതി കച്ചവടം ചെയ്യുന്നവർക്ക് അന്നത്തെ ദിവസം പൊതുവെ വരുമാനം കൂടുതൽ കാണും എന്നാണ് പറയുന്നത്.
അതായത് കച്ചവടങ്ങൾ കൂടുതലായി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഇതേ ദിവസം കുറച്ചുകൂടി ഉഷാറാവും. അതേസമയത്ത് മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കച്ചവടങ്ങളെല്ലാം ഈ സമയത്ത് കുറച്ചുകൂടി സ്പീഡാവും എന്നുള്ളത് പറയുന്നത്. ഉദാഹരണത്തിന് വന്നിട്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു വയ്ക്കുകയോ, ഇപ്പോൾ ഒരു ഹോട്ടലിലാണെങ്കിൽ ഭക്ഷണം തയ്യാറാക്കി വെച്ചാൽ വേസ്റ്റ് ആവുമോ എന്നൊരു ചിന്തയുണ്ടാവും. ആ സമയങ്ങളിലാണെങ്കിൽ വേസ്റ്റ് ആവില്ല, അത് സുഖകരമായിട്ട് നടന്നു പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മുൻകൂട്ടി കരുതി വെച്ചിരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പാഴായി പോകാതെ ഈ സമയത്ത് നമുക്ക് ഉപകരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വസ്തുക്കൾ പാഴായി പോകുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 9, 10, 11 എന്നീ നക്ഷത്രക്കാർക്ക് ഈ ദിവസങ്ങൾ ഈ നക്ഷത്രത്തിൽ പഠിക്കുന്നവർക്ക് ശുഭകരമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് എന്ന് തന്നെ പറയാം. ദിവസങ്ങളാണ് 9, 10, 11, 12 എന്ന തീയതികൾ എന്ന് തന്നെ പറയാം. അവർക്ക് ശുഭകരമായിട്ട് തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമസ്കാരം.